വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നഗറ്റ്സ് ആണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ബ്രെഡും ചിക്കനും ഉണ്ടെങ്കിൽ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. വൈകുന്നേരം 4 മണി ചായക്കൊക്കെ അടിപൊളിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നേരെ വീഡിയോയിലേക്ക് എടുക്കാം. 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത പീസ് നോക്കിയിട്ട് എടുക്കാം. ഒരു 6 പീസ് ബ്രെഡ് എടുക്കുക. ബ്രെഡ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. കുറച്ച് ചിക്കനിലിടാനും ബാക്കിയുള്ളത് നമുക്ക് മാറ്റി വെക്കണം. ബാക്കി ലാസ്റ്റ് ചിക്കൻ പൊരിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യം വരും. ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി അതേ ജാറിലേക്ക് നമ്മൾ നേരത്തെ എല്ലില്ലാത്ത പീസ് ചിക്കന് കഴുകി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ബ്രെഡ്, അതായത് 6 പീസ് ബ്രെഡാണ് നമ്മൾ പൊടിച്ചത്. അതിൽ 3 പീസ് ബ്രെഡ് ഇതിലേക്ക് പൊടിച്ചിട്ട് ഇതിലേക്ക് മിക്സാക്കി കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. ഞാനിവിടെ 1/2 ടീസ്പൂണാണ് എടുത്തത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇത് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി അരച്ചത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് നമുക്കൊരു ഓവൽ ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് നമ്മൾ കയ്യിൻ്റെ ഉള്ളനടിയിൽ ആദ്യം കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഓവൽ ഷേപ്പിലാക്കിയിട്ടെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ബാക്കി കാണാം. അങ്ങനെ ഇതാ നഗറ്റ്സിൻ്റെ മിക്സ് ഇതുപോലെ ഓവൽ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദപ്പൊടി, 3 കോഴിമുട്ടയുടെ വെള്ള, നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ബ്രെഡിൻ്റെ പൊടിയും എടുക്കാം. ഇനി ആദ്യം കോഴിമുട്ടയുടെ വെള്ളയിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് മൈദപ്പൊടിയിലും ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി വീണ്ടും മുട്ടയുടെ വെള്ളയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡിൻ്റെ പൊടിയിലും കൂടി ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതുപോലെ നഗറ്റ്സിൻ്റെ നമ്മൾ ഓവൽ ഷേപ്പിലാക്കി വെച്ചതെല്ലാം ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിതാ കുഴിമുട്ടയിലൊക്കെ എല്ലാം ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് ഓയിൽ എടുക്കാം. ഓയിൽ ഒരുപാട് അങ്ങ് ചൂടാകാൻ പാടില്ല. ഒരു ഹാഫ് ഫ്ലെയിമിലിട്ടിട്ട്, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ ഇത് പതുക്കെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം ഒരു ബ്രൗൺ കളറായിട്ട്, ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നവരെ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളാണ്. നമ്മളെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. സോസിൻ്റെ കൂടെയും മയോണൈസിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നത് വരേക്കും ബൈ ബൈ.